നമസ്കാരം. ഞാൻ അമാനായ. ഞാൻ രക്ഷാരഞ്ജിത്ത്. വായനവാരത്തോടനുബന്ധിച്ച് പ്രശസ്ത ബാലസാഹിത്യകാരൻ ശ്രീ മണി കെ ചെന്താപ്പൂർ സാർ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. നമസ്കാരം സാർ. സ്കൂളിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിലെ എഴുത്തുകാരൻ എന്ന നിലയിൽ സാർ എന്നും ഞങ്ങൾക്കൊരു അഭിമാനമാണ്. സാറിന്റെ ഗ്രാമമാണല്ലോ ചെന്താപ്പൂര്. അവിടെ തന്നെ എത്രമാത്രം എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്? അധ്വാനിക്കുന്ന മനുഷ്യർ, എല്ലാ വീടുകളിലും കാളയും കലപ്പയും ഉള്ള വീടുകൾ, ആടും പശുവും കോഴിയും ഉള്ള വീടുകൾ, കയ്യാലകൾ മാത്രമുള്ള ചെറിയ മറകൾ ഉള്ള സ്ഥലങ്ങൾ ഇന്നത്തെ പോലെ മതിലുകളൊന്നുമില്ല. അങ്ങനെ തുറസായ ഇടങ്ങൾ, അപ്പുറത്തെ കുട്ടികൾക്ക് ഇപ്പുറത്ത് വരാം, ഇപ്പുറത്തെ കുട്ടികൾക്ക് അപ്പുറത്ത് പോകാം, അപ്പുറത്തെ നായക്ക് ഇപ്പുറത്ത് വരാം, ഇപ്പുറത്തെ നായക്ക് അപ്പുറത്ത് പോകാം. അങ്ങനെ വൃക്ഷങ്ങളിൽ നിന്നും കിട്ടുന്ന ആദായം കൊണ്ടും, വൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ മാവ്, പ്ലാവ്, അടയ്ക്ക, ഇതൊക്കെ ആദായം തരുന്ന വൃക്ഷങ്ങളാണ്. ഇതിൽ നിന്ന് തരുന്ന ആദായം കൊണ്ട് വള്ളികളെന്ന് പറയുമ്പോൾ കുരുമുളക്, അതുപോലെയുള്ള മറ്റ് കാർഷിക വിളകൾ, അതിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ട് പശു വളർത്തൽ, അതിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ട് ആട് വളർത്തൽ, ആട്, അതിന്റെ കുട്ടി, അതിന്റെ പാല്, അങ്ങനെ ഉള്ള ആളുകൾ, കോഴി വളർത്തൽ, കോഴികൾ ഉള്ള വീട്. ഇങ്ങനെ മനുഷ്യനും മൃഗങ്ങളും വൃക്ഷലതാദികളും എല്ലാം കൂടി മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് ആദായം കണ്ടെത്തി ജീവിക്കുന്ന ശരിക്കും ഗ്രാമീണമായ കർഷകരുടെ ഒരു പ്രദേശമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് എന്റെ വീട്ടില് ഈ പറയുന്ന എല്ലാ വിഭവങ്ങളും, ആടും കോഴിയും നായയും പശുവും കാളയും കലപ്പയും ഇതെല്ലാം ഉള്ള ഒരു വീട് തന്നെയായിരുന്നു എൻ്റെ. അപ്പൊ അങ്ങനെ കൊയ്ത്തും മെതിയും ഇങ്ങനെ ഒരു വളരെ കാർഷികമായ സുഗന്ധം ഉള്ള ഒരു പ്രദേശമായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അത് ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ട്. ആ സ്വാധീനത്തിൽ തന്നെയാണ് എഴുത്ത് ഉണ്ടാകുന്നത്. കാരണം ഇത്തരം കാര്യങ്ങളുമായിട്ട് നമുക്ക് ഈ മണ്ണും പ്രകൃതിയും ഇതൊക്കെയായിട്ട് ബന്ധമുള്ള മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത് അവര് വളരെ സ്നേഹമുള്ളവരായിരിക്കും, പരസ്പരം വലിയ സ്നേഹമുള്ളവരായിരിക്കും. മണ്ണുമായിട്ട് മനുഷ്യർക്ക് ബന്ധം ഉണ്ടാകുമ്പോൾ നമ്മളുള്ളിൽ വളർന്നു വരുന്ന ഒരു പ്രധാന വികാരം അതാണ്. നമുക്ക് മനുഷ്യ സ്നേഹം ഉണ്ടാവും, പരസ്പര ആദരം ഉണ്ടാവും, ബഹുമാനം ഉണ്ടാവും. ബാലസാഹിത്യ കൃതികളാണല്ലോ സാർ കൂടുതലും എഴുതിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ബാലസാഹിത്യ കൃതികൾ എഴുതാൻ തീരുമാനിച്ചത്? ഞാൻ അപ്പോൾ എഴുതി തുടങ്ങുന്നത് ബാലസാഹിത്യം ആയിരുന്നില്ല. കാരണം നന്നായിട്ട് വായിക്കുമായിരുന്നു കുട്ടിക്കാലത്ത്. ഈ സ്കൂളിൽ പോകുന്ന കാലം മുതൽ തന്നെ എന്ത് കിട്ടിയാലും ചെറിയൊരു കടലാസ് കൊണ്ട് കിട്ടിയാൽ പോലും എടുത്തു വെച്ച് വായിക്കുന്ന ഒരു ശീലം ഉണ്ടായി. സ്കൂളിൽ തന്നെ ഇന്നത്തെ പോലെ നിങ്ങളെ പോലെ ഭക്ഷണം കൊണ്ടുപോയി കഴിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ തന്നെ ഭക്ഷണം കിട്ടുന്ന അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കഴിക്കുന്ന ഒരു കാലമൊന്നും ആയിരുന്നില്ല. നമ്മൾ വീട്ടിൽ നിന്ന് പോവുക, വീട്ടിൽ ഉച്ചയ്ക്ക് വെറുതെ ഇരിക്കുക, വൈകിട്ട് വന്ന് എന്തെങ്കിലും കഴിക്കുക എന്നുള്ള രീതിയായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഉച്ചയ്ക്ക് കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുത്ത് വായിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളെ പോലെയുള്ളവരുടെ അന്നത്തെ ഒരു രീതി. അപ്പൊ അങ്ങനെ വായിച്ചതിൽ നിന്നാണ് എഴുതണമെന്നൊരു തോന്നലിലേക്ക് വരുന്നത്. നമുക്ക് പാരമ്പര്യമായിട്ട് എഴുത്ത് പാരമ്പര്യമായ ഒരു ഘടകമാണെന്നാണ് പലരും പറയുന്നതെങ്കിലും എഴുത്ത് അങ്ങനെ പാരമ്പര്യ ഘടകങ്ങൾ പെടുന്ന ഒന്നല്ല. നമ്മൾ നന്നായിട്ട് നമ്മൾ മനസ്സിരുത്തി വായിച്ചാൽ, നന്നായിട്ട് നമ്മളെ വായനയെ പിന്തുടർന്നാൽ നമുക്ക് എഴുതാൻ സാധിക്കും. പിന്നെ നമുക്ക് ഒരു നിരീക്ഷണമൊക്കെയാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ എഴുതുകയും ധാരാളം നമ്മുടെ ആനുകാലികങ്ങളിലേക്ക് അയക്കുകയും ചെയ്തിരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് അയക്കുന്നത് അതേ വേഗത്തിൽ തിരിച്ചു വരും. അങ്ങോട്ടയക്കും ഇങ്ങോട്ട് വരും, അങ്ങോട്ടയക്കും ഇങ്ങോട്ട് വരും. പക്ഷെ നമുക്ക് ഇതിലെങ്കിലും അച്ചടിച്ചേ പറ്റൂ. നമുക്ക് പോരാട്ട വീര്യമാണ്. എവിടെയെങ്കിലും ഇത് അച്ചടിച്ചേ മതിയാവും. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ഇതൊന്നിലും അച്ചടിക്കുന്നില്ല. അപ്പൊ വിചാരിച്ചു ഇത് അങ്ങ് നിർത്താം. അങ്ങനെ അതങ്ങ് നിർത്തിയിട്ട് വിചാരിച്ചു എന്നാൽ കുട്ടികൾക്ക് വേണ്ടി എഴുതിയാലോ എന്നൊരു പരീക്ഷണത്തിലാണ് കുട്ടികൾക്ക് വേണ്ടി എഴുതി തുടങ്ങും. കാരണം ഭാവി തലമുറ അവരാണെന്ന്. അപ്പൊ ആ ഭാവി തലമുറയെ രൂപപ്പെടുത്താൻ ഉതകുന്ന കഥയോ കവിതയോ ലേഖനങ്ങളോ ഒക്കെ ആയിരിക്കും നല്ലത് എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് അങ്ങനെ ഒരു സമീപനം. 2020 കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച രസക്കൊടുക്ക എന്ന കൃതിക്കാണല്ലോ. അത് നഴ്സറി പാഠമാണല്ലോ. നഴ്സറി കുട്ടികൾക്കും മറ്റു കുട്ടികൾക്കും രചനകൾ രചിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാറുള്ളത്? അതൊരു നല്ല ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് ഞാനൊരു പുസ്തകം ഞാനിപ്പോ ടീച്ചറെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം എന്നൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. കുട്ടികൾക്ക് വായിച്ചാല് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്
എന്താണ് എഴുതേണ്ടതാണ്, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ഒരു ചിത്രം ആ പുസ്തകത്തിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ അത് ഈ ബാലസാഹിത്യം സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ഒരുപാട് രീതിയുണ്ട്. നമ്മളെ നഴ്സറി വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു എഴുത്തുണ്ട്, LKG UKG വരുന്ന തരത്തിലുള്ള ഒരു എഴുത്തുണ്ട്, UP HS ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വ്യത്യസ്തമായ എഴുത്തുണ്ട് അതിനകത്ത്. അങ്ങനെയുള്ളത് മാത്രമേ ഈ പ്രസിദ്ധീകരണങ്ങളിൽ അച്ചടിച്ച് വരികയുള്ളൂ. ഇപ്പൊ നഴ്സറി കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എഴുതുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ട. ഇത്തരമായിട്ടുള്ള അവർക്ക് രസിക്കുന്ന തരത്തിലുള്ള സംഗതികൾ മാത്രം മതി. അതിന് വലിയ ആശയം വേണമെന്നില്ല. കേട്ടാൽ ഒരു ഇമ്പം തോന്നണം. ഇപ്പൊ ഓട്ടയിൽ ഇരിക്കുന്ന ഒരു ഇട്ട, ഓട്ട വിട്ടിറങ്ങാത്ത ഒരു ഇട്ട, ഓട്ടതൻ മുകളിൽ ഇരുന്നാൽ മൂട്ടിൽ കടിക്കും ഇട്ട മൂട്ട. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ശബ്ദങ്ങൾ വെച്ചിട്ട്, ശബ്ദപ്രാസങ്ങൾ വെച്ചിട്ട് വളരെ രസകരമായിട്ട് അവർക്ക് രസം തോന്നുന്ന വിധത്തില് കുട്ടികൾക്ക് മാത്രം രസിച്ചാൽ പോല. കാരണം അത് അമ്മമാര് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുന്നതാണ് ഈ നഴ്സറി സ്വഭാവത്തിലുള്ള കഥയും കവിതയും എന്ന് പറയുന്നത്. അപ്പൊ അത് അവർക്കും രസിക്കണം, അമ്മമാർക്കും രസിക്കണം, കേൾക്കുമ്പോൾ കുട്ടികൾക്കും രസിക്കണം. LP വരുമ്പോ കുറച്ചുകൂടി അത് മാറും. അപ്പൊ അതിന് പറയുന്ന 3 തലമുണ്ട്. ശിശു കവിത എന്ന് പറയുന്ന തലമുണ്ട്. ആ ശിശു കവിതയിലാണ് നമ്മൾ ഈ പറയുന്ന ഈ നഴ്സറി തലത്തിലെല്ലാം വരുന്നത് ശിശു കവിത എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടും. അതിൽ കുറച്ചുകൂടി മുതിർന്നു വരുന്ന കുട്ടികളുടെയാണ് കുട്ടിക്കവിത എന്ന് പറയും. കുറച്ചുകൂടി ഗൗരവമുള്ള സംഗതികൾ വരുന്നതാണ് കുട്ടിക്കവിത എന്ന് പറയുന്ന വിഭാഗം. അതിൽ കുറച്ചുകൂടി മുന്നോട്ട് വരുന്നതാണ് ബാലകവിത എന്ന് പറയുന്നത്. അത് HS വരെയുള്ള കുട്ടികളെ കുറച്ചുകൂടി ഭാവനയും ചിന്തയും ഒക്കെ വരുന്നതാണ്. അങ്ങനെ 3 തലങ്ങൾ ബാലസാഹിത്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉണ്ട്. കുട്ടികൾക്ക് ഏറ്റവും താഴെയുള്ള കുട്ടികൾക്ക് രസിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സംസാരിക്കുന്ന പാവകൾ, മരങ്ങൾ, ഇതൊക്കെ ഉണ്ട് കുട്ടികളുടെ ആ ലോകം. അപ്പൊ അത് അവരാണ് ഇഷ്ടപ്പെടുന്നത്. കൗതുകമുള്ള ഒരു ലോകമാണ്. അതുകൊണ്ട് നമ്മൾ ഈ മരങ്ങളൊക്കെ സംസാരിക്കുന്നതും മൃഗങ്ങൾ സംസാരിക്കുന്നതും പക്ഷികൾ സംസാരിക്കുന്നതും ഒക്കെ ഒരു ലോകം നമ്മൾ കൊണ്ടുവരുന്നത് കൗതുകകരമായിട്ട് അവർക്ക് അത് സ്വാധീനിക്കുന്നതിന് വേണ്ടിയാണ്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും പരിഭാഷപ്പെടുത്തിയ ഒരു നോവലാണല്ലോ കൊച്ചുണ്ണി. കൊച്ചുണ്ണിയിൽ എന്തൊക്കെ കുറിച്ചാണ് പറയുന്നത്, ചുരുക്കി പറയാമോ? കൊച്ചുണ്ണി എന്ന് പറയുന്ന നോവല് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നോവലാണ്. അത് മലയാളത്തിൽ ഇപ്പോ 10 പതിപ്പുകൾ അത് വന്നിട്ടുണ്ട്. ഇപ്പൊ പുതിയ പതിപ്പ് വന്നിട്ടുണ്ട്. അത് ഹിന്ദിയിൽ വന്നിട്ടുണ്ട്. അതിനൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ വന്നു. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ട്രാൻസ്ലേറ്ററാണ്. നിങ്ങൾക്ക് അറിയാമോ എനിക്കറിയില്ല. അത് പ്രൊഫസർ പാല SK നായർ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരുപാട് ക്ലാസിക്കുകൾ, മാക്സിം ഗോർക്കിയുടെ അമ്മ ഉൾപ്പെടെയുള്ള ലോക ക്ലാസിക്കുകൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ നോവൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പൊ ഈ നോവലിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഒരു കുട്ടിയും ആടും തമ്മിലുള്ള വൈകാരികമായ ഒരു ബന്ധമാണ് ആ നോവൽ പറയുന്നത്. അപ്പൊ ആ ബന്ധം വളർന്ന് ഈ കുട്ടി അസുഖബാധിതനാവുകയും ഈ ആടിനെ വിൽക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം ആ നോവലിൽ പറയുന്നുണ്ട്. ആ ആടിന്റെ അഭാവത്തിൽ അവന്റെ പഠനവും എല്ലാം മുടങ്ങി അവൻ ആകെ സ്കൂളിൽ പോകാത്ത ഒരു സന്ദർഭം വരുന്നു. ഈ ആട് ആർക്കാണ് കൊടുത്തത് എന്ന് അറിയുന്നില്ല. അവസാനം ഈ വിറ്റ ആളിനെ കണ്ടെത്തുന്നു. തിരിച്ച് ഈ ആട് അവനെ വീട്ടിലേക്ക് അവരെ തിരിച്ചു കിട്ടുകയും അവൻ ജീവിതത്തിലേക്കും വരുന്ന ഒരു സന്ദർഭമാണ് കഥയിൽ പ്രധാനമായിട്ടും ഉള്ളത്. സാറിന്റെ പുതിയ രചനകളെ കുറിച്ച് പറയാമോ? ഇപ്പോ പുതിയൊരു പുസ്തകം അച്ചടിയിലാണ്. അത് HNC ആണ് ചെയ്യുന്നത്. HNC പബ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട്. ആന മരം എന്നാണ് കവിതകളുടെ സമാഹാരമാണ്. അതിനുശേഷം ഇപ്പോ ഞാൻ ഈ മണിച്ചൊല്ലുകൾ എന്ന് പറഞ്ഞ പുസ്തകം ചെയ്യുന്നുണ്ട്. പിന്നീട് പുതിയ പ്രകാശിപ്പിക്കാനുള്ളത് രവിനഗരം എന്നൊരു കവിതാ സമാഹാരം ഉടനെ ഇറങ്ങും. അത് വലിയ കവിതകളുടെ സമാഹാരമാണ്. അത് ഉടനെ പ്രകാശിപ്പിക്കും. ഉടനെ വെച്ചടിയിൽ വരുന്നത് ഈ മണിച്ചൊല്ലുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. മണിച്ചൊല്ലുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പേര് പോലെ തന്നെയാണ്, മണിയുടെ പ്രാധാന്യം. മണി എന്ന് പറയുന്നത് എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? മണി എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? പണത്തെ സൂചിപ്പിക്കുന്നു. പണത്തിന് നമ്മള് ധനമെന്നോ മണി എന്നും പറയാം, അല്ലേ? പൈസയെന്നും ഒക്കെ പറയാം. പക്ഷെ മണി എന്ന് പറയുമ്പോൾ നമ്മള് പണത്തെ അത് സൂചിപ്പിക്കുന്നു. മണി എന്ന് പറയുമ്പോൾ മറ്റൊരു സൂചന അതിനകത്തുണ്ട്. എന്താണ് മണി എന്ന് പറഞ്ഞാൽ? സമയം. സമയം എന്നൊരു സങ്കല്പം ആ മണിയിലുണ്ട്. പിന്നെ മണി എന്ന് പറയുന്നത് ഞാനാണ്.
ഒരു പേര് വ്യക്തി എന്ന നിലയിലുള്ള ഒരു സംഗതി എന്നതാണ്. അങ്ങനെ ഈ മണിച്ചൊല്ലുകൾ, അപ്പൊ ഈ മൂന്നും കൂടെ, ഈ മണിച്ചൊല്ലുകളിൽ ഈ മൂന്നും കൂടെ ചേർത്ത് സമയം, ധനം, വ്യക്തി, ഇത് നമുക്ക് പുതിയ ചൊല്ലുകൾ, നമുക്ക് ഒരുപാട് നാടൻ ചൊല്ലുകളുണ്ടല്ലോ, അപ്പൊ പുതിയ കുറെ ചൊല്ലുകൾ ഞാൻ ഉണ്ടാക്കുകയാണ് അത് ചെയ്തത്. മണി പോകും വഴിയെ മണി പോകാറില്ല, മണി പോകും വഴിയെ മണി പോകാറില്ല എന്ന് പറഞ്ഞാൽ കാശ് ചെലവാകുന്നിടത്ത് ഞാൻ പോകത്തില്ല എന്നൊരു അർത്ഥമുണ്ട്, പൈസ ചെലവാകുന്നിടത്ത് ഞാൻ പോകത്തില്ല എന്നൊരു അർത്ഥമുണ്ട്, മണി പോകും വെറുതെ സമയം പോകുന്നിടത്ത് പോയിരിക്കത്തില്ല എന്ന അർത്ഥമുണ്ട്. പല തരത്തിൽ നമുക്ക് ദ്വയാർത്ഥങ്ങൾ വരുന്ന തരത്തിലാണ് ആ കവിത. മടിക്കനം കുറഞ്ഞാലും മനക്കനം കുറയരുത്. നമ്മുടെ പൈസ ഇല്ലെങ്കിലും മടിക്കനം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ധനം തന്നെയാണ്. അത് കുറഞ്ഞാലും മനക്കനം, നമുക്ക് നമ്മളെ നേരിടാനുള്ള മനക്കെട്ടി നമുക്കുണ്ടാകണം. അപ്പൊ ഇത്തരത്തിൽ നമ്മളെ പ്രചോദിപ്പിക്കുന്ന, മനസ്സിനെ ബലപ്പെടുത്തുന്ന ഒരുപാട് പുതിയ ചൊല്ലുകൾ. നിങ്ങളുടെ കൺകോടുകളിൽ നിന്ന് കണ്ണീര് വരും, നിങ്ങളുടെ കണ്ണിന്റെ മുകളിൽ നിന്ന് അറിയാതെ കണ്ണീര് വരും ആ പുസ്തകം വായിക്കും. ഇങ്ങനെ നമ്മൾ കണ്ണീര് വരുത്തുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെയോ വലിയ സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ, ബഹുമാനത്തിന്റെ ഒക്കെ തന്നെ ഉറവകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആ ഒരു സ്നേഹവും ആദരവും പരസ്പര ബഹുമാനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു തലമുറ ഒരിക്കലും നമ്മുടെ കൈകൊണ്ട് മറ്റൊരാളെ ബ്ലേഡ് കൊണ്ട് പോന്താനോ കത്തി കൊണ്ട് കുത്താനോ നമ്മളെ ഇടിച്ച് മറ്റൊരാളുടെ ശരീരം എങ്ങനെയാണെന്ന് ബലമുണ്ടോന്ന് പരീക്ഷിക്കാനോ ഒന്നും നമ്മള് പോകില്ല. എന്നെ പോലെയാണ് അവനും, അവനെ പോലെയാണ് ഞാനും എന്ന ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ രൂപപ്പെടും. നിങ്ങൾക്ക് സാറിന് ചോദിക്കാനുണ്ടോ? സാറിന്റെ ഈ എഴുത്ത് ജീവിതം തുടങ്ങിയിട്ട് എത്ര വർഷം? 1986 മുതലാണ് എഴുത്തിന്റെ മേഖലയിലേക്ക് കാണുന്നത്. 86 എന്ന് പറയുമ്പോൾ 40 വർഷത്തോളമാകുന്നു എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു. വേറെ ഒരു ജോലി ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ തീരുമാനം ഇത് തന്നെയായിരുന്നു, എഴുതണം, എഴുത്തുകാരനായി അറിയപ്പെടണം, വായിക്കണം. അതിൽ കിട്ടണം. നൃത്തം പഠിക്കുന്ന ഒരാൾ, നൃത്തത്തിന്റെ എല്ലാ സാങ്കേതിക നന്നായിട്ട് പഠിക്കണം. സംഗീതം പഠിക്കുന്ന ഒരാൾ, സംഗീതത്തിന്റെ എല്ലാം പഠനങ്ങളെ കിടക്കുന്ന സംഗീതം അതെല്ലാം പഠിക്കണം. നമ്മൾ പഠിച്ചു എന്നായില്ല, നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജീവിത അന്തിമ കാര്യത്തിൽ പഠനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ ഈ പുസ്തക പ്രസാധനം, എഴുത്ത് രംഗത്തുണ്ട്. 40 പുസ്തകം സ്വന്തമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 150 പുസ്തകങ്ങളാണ് അല്ലാതെ എന്റെ പ്രസിദ്ധീകരണശാല വഴി ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 20 വർഷം ഞാനൊരു മാസിക നടത്തിയിരുന്നു. നമ്മുടെ കോവിഡ് കാലത്താണ് അത് മുടങ്ങിപ്പോയത്. അതിന് കേരളത്തിൽ ഏതാണ്ട് 3000-ഓളം വരിക്കാനുണ്ടായിരുന്നു. ഇതെല്ലാം ഒറ്റയ്ക്കാണ് ഞാൻ പ്രസിൽ പോയി അവിടെ പോയിട്ട് അച്ചടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇതെല്ലാം അഡ്രസ് എഴുതി കൊല്ലത്തെ RMS കൊണ്ടുപോയി ഇതിന്റെ സകല പണി വേറെ ചെയ്യാതെ ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഈ 40 വർഷം കടന്നു പോകുന്നത്. ഞാന് പുസ്തകവഴിയാണ് മുന്നോട്ട് പോകുന്നത്, ജീവിച്ചത്, മക്കളെ പഠിപ്പിച്ചത്. ഞാനെപ്പോൾ വീട് വെച്ചതും പുസ്തകത്തിൽ നിന്ന് കിട്ടിയ വരുമാനങ്ങളാണ്. എന്റെ കുട്ടിക്കാലത്ത് തീരുമാനമായിരുന്നു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും വായ്പ എടുത്തും ഒരു സംഗതി ചെയ്യത്തില്ല എന്നുള്ളത് നേരത്തെയുള്ള എന്റെ തീരുമാനമായിരുന്നു. പൈസ പണം സേവ് ചെയ്തു, പല രൂപത്തില് പൈസ സേവ് ചെയ്തു ഭദ്രമാക്കി വീട് നിർമ്മിക്കണമെന്ന് വിചാരിച്ചപ്പോ വീട് നിർമ്മിച്ചു. പക്ഷെ നമുക്ക് വേണമെങ്കിൽ പിന്നെ 1 വർഷം കൂടെ വീട് വയ്ക്കാം അല്ലേ? ബാങ്കിലോട്ട് കൊണ്ട് നമ്മുടെ പിന്നെ വസ്തു കൊണ്ട് പണയപ്പെടുത്തിയാല് 1 വർഷം കൊണ്ട് നമുക്ക് സുന്ദരമായ ഒരു വീട് ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് ഈ ലോണൊക്കെ എടുത്ത് വീട് വെച്ചാൽ നമുക്ക് വീട്ടിൽ കിടന്ന് സുന്ദരമായിട്ട് ഉറങ്ങാൻ പറ്റുകയില്ല, നമുക്ക് ഉറക്കം വരികയില്ല. അപ്പൊ നമ്മള് ഉറക്കം ഗുളിക മേടിച്ച് കഴിക്കേണ്ടി വരും. നമ്മള് വീട്ടിൽ കിടന്ന് ഉറക്കം ഗുളിക മേടിച്ച് കഴിക്കേണ്ടി വരും. ലളിതമായി ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ലളിതമായി സമ്പത്ത് വിനിയോഗം ചെയ്യാൻ ലളിതമായി ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഡിജിറ്റൽ കാലത്തിന് പിൻപോളുള്ള വായനയെ കുറിച്ച് അഭിപ്രായം? ഡിജിറ്റൽ പുതിയൊരു സാങ്കേതികതയാണ്. ആ സാങ്കേതികത നമ്മളെ ബുദ്ധിപരമായി ഒരുപാട് ഗുണവും ചെയ്യും, അതുപോലെ ദോഷവും ചെയ്യും. പക്ഷെ നമ്മളത് നമുക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് സ്വീകരിക്കുക എന്നുള്ളതാണ് ഡിജിറ്റൽ കാലത്തെ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കാര്യം. കാരണം ഞാൻ കോവിഡ് സമയത്ത് ഞാൻ ഈ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ട് നിന്നത് ഈ ഒരു മൊബൈൽ കൊണ്ടാണ്. ഈ മൊബൈൽ വഴിയുള്ള സന്ദേശം, മൊബൈൽ വഴിയുള്ള ഓൺലൈൻ പുസ്തക വ്യാപാരം, അങ്ങനെ ഒരു വലിയ സാധ്യതയാണ് ഈ നമുക്ക് അനുഭവം. അപ്പൊ അതിന് നല്ല വശമാണ്. അപ്പൊ അങ്ങനെയുള്ള ആ നല്ല വശങ്ങളെ നമ്മൾ സ്വീകരിക്കുകയും മറ്റുള്ളതിനെ പരമാവധി ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ധാരാളം സാഹിത്യ കൃതികൾ എഴുതിയിട്ടുണ്ട്. അത് ഏറ്റവും പ്രിയപ്പെട്ടതല്ല?
പുസ്തകങ്ങളിൽ ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ളത് ഈ നോവൽ തന്നെയാണ്. ഞാൻ ആ ഒരു നോവൽ എഴുതിയിട്ടുള്ളൂ. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ രചനയെ കാരണത്തോടെ പറയുമോ? മലയാളത്തിൽ എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ള കവി ചങ്ങമ്പുഴയാണ്. ചങ്ങമ്പുഴ വളരെ ഇഷ്ടം തോന്നിയ കവിയാണ്. പലകളുണ്ട്. മണ്ണിനോടും ദേശിനോടും സ്നേഹവും ഒക്കെ തന്നെ നന്നായി പ്രതിപാദിച്ചിട്ടുള്ള കവിയാണ്. ഇഷ്ട പുസ്തകം ഏതാണെന്ന് ചോദിച്ചാല് അദ്ദേഹത്തിന്റെ തന്നെ നിയമനം വളരെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം എന്നതാണ്. ആ എഴുത്തുകാരനായിട്ട് എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ട്? ഇല്ല, അങ്ങനെ ഒരു തടസ്സം ഒന്നും വന്നിട്ടില്ല. നമ്മള് കാരണം എഴുതുക എന്ന് പറയുന്നതും പുസ്തകം ചെയ്യണം എന്നുള്ളതും എഴുത്തുകാരനായി മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്, നമ്മുടെ ഒരു ഉറച്ച തീരുമാനമാണ്. അപ്പോൾ അതിൽ വരുന്ന പ്രതിസന്ധികളെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് സ്വാഭാവികമായി നമുക്കുണ്ടാകും. അങ്ങനെയൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ മറികടക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ ഈ സ്വാതന്ത്ര്യ ബോധവും ഇങ്ങനെ ജീവിക്കണം എന്നുള്ള തീരുമാനമാണ്. നമുക്ക് ഉറച്ച തീരുമാനം ഉണ്ടായാൽ ഏത് പ്രതിസന്ധികളെയും മറികടക്കാൻ ആർക്കും സാധിക്കും. എഴുത്തുകാർക്ക് ഉപദേശം നൽകണമെന്നാണ്. എഴുത്തുകാർക്ക് ഉപദേശവും കുട്ടികൾക്ക് ഉപദേശവും. കുട്ടികൾക്ക് അല്ല, വളർന്ന കുട്ടികളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ ജീവിതം ഇനിയിപ്പോ എഴുതി അങ്ങനെയൊന്നും കലാപ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു വലിയ സാഹചര്യം നമുക്കുണ്ട്. അപ്പൊ അവിടെ നമ്മൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതും നന്നായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതും നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമുക്ക് ഒരു ജീവിതത്തിൻ്റെതായ ഒരു അടിത്തറ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമം ഇപ്പോഴേ തുടങ്ങണം എന്നാണ് വിദ്യാഭ്യാസ സൂചിപ്പിക്കുക. സാറിന്റെ വിലപ്പെട്ട സമയത്ത് ചെലവഴിച്ചില്ല അറിവുകൾ പകരുന്നതിനും നന്ദി അറിയിക്കുന്നു. യാതൊരു വായന